അവർ വിളിച്ചിട്ടാണ് നിങ്ങൾ പോയത്. എന്താണ് ശരിക്കും സംഭവിച്ചത്? അത് ബിബിന് ഒരു വിഷമം, ഞാനൊക്കെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ചേട്ടനൊക്കെ വന്നിട്ട് ഒരു വിഷമമായി പോയല്ലോ എന്ന് എന്നോടാ പറഞ്ഞത്. പക്ഷെ അത് ഒട്ടും താല്പര്യമില്ലായകയോടുകൂടി, അത് താല്പര്യമില്ലെങ്കിൽ അത് മനസ്സിൽ വെച്ചാൽ മതി. അദ്ദേഹം അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ആണെങ്കിൽ തന്നെ അവിടെ അതിനൊരു അവസരം ഉണ്ടാക്കരുതായിരുന്നു. ആക്ച്വലി അയ്യപ്പനും കോശിയിലും മുണ്ടൂർ കുമ്മാട്ടി എന്നുള്ളത് എൻ്റെ ഒരു കഥയാണ്. അപ്പോൾ ലാലേട്ടൻ ഒരിക്കലും അദ്ദേഹം പ്രോത്സാഹിപ്പിക്കാറില്ല. അദ്ദേഹത്തിന് എനിക്കൊരു പരിധിവരെ അത്ര ഇഷ്ടമുണ്ടെന്ന് തോന്നുന്നില്ല. ഗുമസ്തൻ 2 വരികയാണ്. പബ്ലിക്കാണ് ഇതിനൊരു സെക്കൻഡ് പാർട്ട് ഇല്ലേ എന്ന് ചോദിക്കുന്നത്. അപ്പം ഞാൻ ഒരുപാട് സ്ക്രിപ്റ്റിലും കാര്യങ്ങളൊക്കെ ഇരിക്കാറുണ്ട്. മുമ്പൊക്കെ കൂട്ടത്തിലിരുന്നു കൊണ്ട് ഭക്ഷണവും കഴിച്ച് പിരിയലായിരുന്നു. ഇപ്പോൾ ഞാൻ അതിനകത്ത് ഞാൻ പറയും എനിക്കൊരു വേഷം, കാരണം നമ്മളൊരു കാര്യം അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇങ്ങോട്ടും അതുണ്ടാകും. ഒഴിച്ചുകൂടാനാവാത്തവരുടെ ഒരു ലിസ്റ്റുണ്ട് മലയാള സിനിമയിൽ. ആ ലിസ്റ്റിൽ വരിക എന്നുള്ളതാണ് ഡ്രീം. നമ്മൾ എന്തെങ്കിലും എൻഗേജ്ഡ് ആയിരിക്കണം, എന്തില്ലെങ്കിലും. അല്ലെങ്കിൽ നമുക്ക് സ്വയം തോന്നും ഞാൻ വിരമിക്കാറായിരിക്കുന്നു. ഇപ്പൊ മിക്സ് ആക്ഷൻ 500 തുടങ്ങിയിട്ട് ഗുമസ്തനിൽ വന്ന് നിൽക്കുകയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു എനിക്ക് ഗുമസ്തൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഒരു 2 മെയിൽ അയ്യപ്പനും കോശിയൊക്കെ പോലെ എനിക്ക് ഫീൽ ചെയ്തു. 2 മെയിൽ ഈഗോ തമ്മിൽ കൈകാര്യം ചെയ്യുന്ന ഒരു സിനിമയാണ് ഗുമസ്തൻ. ചില ഏരിയാസ് നമുക്ക് ശരിക്കും 2 പേരുടെ ഈഗോ അതിനൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ ഈ ഗുമസ്തനിലേക്കുള്ള ഒരു എത്തിച്ചേരൽ എങ്ങനെയായിരുന്നു ശരിക്കും ഈ ക്യാരക്ടർ? എന്നോട് ജെയ്സ് ജോസാണ് എന്നെ ആദ്യമായിട്ട് വിളിക്കുന്നത്. അപ്പോൾ അതിൽ ഗുമസ്തനായിട്ട് അഭിനയിച്ച ജെയ്സ് ജോസാണ് വിളിക്കുന്നത്. ജെയ്സ് ജോസ് പറഞ്ഞു ഇങ്ങനൊരു സിനിമ ഞാൻ ചെയ്യുന്നു, അപ്പോൾ അതിനകത്ത് നീ കുറച്ച് ദിവസം എനിക്ക് വേണ്ടി കുറച്ച് ദിവസം ഒന്ന് സഹകരിക്കണം. അപ്പോൾ പറയുന്ന രീതി ഞങ്ങൾ ചെറിയ സിനിമയാണ്, പക്ഷേ ഈ സിനിമയിൽ ഞാനും നീയും തമ്മിൽ ഒരു അയ്യപ്പനും കോശിയും കളിയാണ്. അങ്ങനെ പറഞ്ഞാൽ എന്നെ വിളിക്കുന്നത്. അതായത് അങ്ങനെ ഒരു, അപ്പം ഞാൻ പറഞ്ഞു അയ്യപ്പനും കോശി ഓൾറെഡി വന്നുപോയി, ആ സിനിമയിൽ ഞാൻ അഭിനയിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു വീണ്ടും ഒരു അയ്യപ്പനും കോശി. അപ്പോൾ പറഞ്ഞല്ല, അങ്ങനെ ഒരു മാനസികമായിട്ട് ചെറിയ അങ്ങനെയുള്ളൊരു പരസ്പര ശത്രുക്കളായിട്ടുള്ള 2 പേരുടെ ഒരു ഗെയിമാണ് ഈ സിനിമ എന്ന് പറഞ്ഞു. നമ്മൾ തീർച്ചയായിട്ടും ചെയ്യാൻ പറഞ്ഞു. എനിക്ക് കിട്ടുന്ന വലിയ വേഷം എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ ചെറിയൊരു സിനിമയിൽ വലിയൊരു വേഷം എന്നുള്ള ഇതിലായിരുന്നു. ആ ഒരു സന്തോഷം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ സിനിമയിൽ ഞങ്ങൾ പോയി ഡിസ്കഷൻ ആയിരുന്നു, ഞങ്ങൾ സബ്ജക്റ്റ് ചർച്ച ചെയ്തു. അതിനകത്ത് കുറേ ഡെവലപ്മെൻറ്റ്സ് കാര്യങ്ങൾ ചർച്ച ചെയ്യാനൊക്കെ കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഈ സിനിമ, നമുക്ക് സിനിമയുടെ ഒരു ഗതി അറിയില്ല, സിനിമ എങ്ങനെയാണ് അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ അതിൻ്റെ പ്രൊഡക്ഷൻ എങ്ങനെയാണ്, അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അതിനുവേണ്ടി ഒരു പ്രൊഡ്യൂസർ വന്നു. അദ്ദേഹവും പറഞ്ഞു ചെറിയൊരു സിനിമയാണെന്ന് പറഞ്ഞ് അമൽ കെ ജോബി എന്ന് പറയുന്ന സംവിധായകൻ, അദ്ദേഹം എന്നോട് പറഞ്ഞു ഷാജുട്ടാ ചെയ്യുന്ന കുറച്ച് റഫായിട്ടുള്ളൊരു ക്യാരക്ടർ, കുറച്ച് ഇതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ കാണാം. അപ്പോൾ എൻ്റെ അടുത്ത് ചെറിയൊരു ലൈറ്റ് താടി വേണമെന്ന് പറഞ്ഞു. അതേസമയം ഞാൻ 3 സിനിമ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് ആ താടി വയ്ക്കാൻ പറ്റില്ല, കണ്ടിന്യൂറ്റി പ്രോബ്ലം ഉണ്ട്. അപ്പം ഞാൻ പറയാൻ ചെയ്തോളാം. അപ്പം താടിയില്ലാതെ ഞാൻ ഭയങ്കര ചോക്കിയാണ്, അത് കുറച്ച് എങ്ങനെ ചമ്പിയായിട്ടിരിക്കുന്നതുകൊണ്ട് ഒരു പോലീസ് ടെററായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. അപ്പോൾ പറഞ്ഞു ചേട്ടാ അതെങ്ങനെ വർക്കാവുമെന്ന് എനിക്കറിയില്ല, എനിക്കത് കിട്ടണം. അപ്പോൾ അമൽ എൻ്റെ പുറകെയാണ് ഈ ഒരു ആ ഒരു ആ ഒരു പിക്ചർ കിട്ടണം. ആ ഒരു പോലീസ്, അതായത് റിട്ടയർമെൻറ്റിന് തൊട്ട് മുമ്പുള്ളൊരു കാലഘട്ടത്തിൽ ഒരു ശക്തനായ ഒരു പോലീസുകാരൻ തന്നെ വേണം, അതാണ് സംഭവം. അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ ഫൈനൽ മേക്കപ്പ് ചെയ്ത് ഞാൻ ഒന്ന് കാണിക്കാം എന്ന് പറഞ്ഞ് മേക്കപ്പിനോട് ഞാൻ പറഞ്ഞു. ഞാൻ തന്നെ എൻ്റെ ഫേസ് ഫുൾ ടാൻ ചെയ്തു, ഫുൾ ബ്ലാക്ക് ചെയ്ത് ഇയാൾ സ്ഥിരം ബീഡി വലിക്കുന്നൊരു ക്യാരക്ടറുണ്ട്. അപ്പോൾ ബീഡി എന്നും കയ്യിൽ വയ്ക്കാം, അപ്പോൾ കുറച്ചുകൂടെ റഫായിട്ട് ഫീൽ ചെയ്യുന്നു. ബീഡി മാത്രം കയ്യിൽ വെച്ചുകൊണ്ട് റഫാവില്ല, അപ്പോൾ കുഞ്ഞുങ്ങൾ ബീഡി വലിക്കുന്ന പോലെ ഉണ്ടാകും. ഞാൻ ചുണ്ടെല്ലാം ബ്ലാക്ക് ചെയ്തു, കാരണം സ്ഥിരം വലിക്കുന്ന ഒരാളുടെ ഇതിലേക്ക് വന്നു. അപ്പിയറൻസ് എല്ലാം കഴിഞ്ഞ് ഞാൻ മേക്കപ്പ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് അമലിൻ്റെ മുമ്പിൽ പോയി ഞാൻ നിന്നപ്പോൾ അമൽ പറഞ്ഞു ഞാൻ ഉദ്ദേശിച്ച ആൾ ഇതാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് ആദ്യത്തെ സ്റ്റെപ്പായിരുന്നു. പിന്നെ പെർഫോമൻസിന് നമുക്ക് വരുന്ന സ്പേസാണ്. അപ്പോൾ ഈക്വൽ നിൽക്കുന്ന ജെയ്സ് ഭയങ്കര സൈസും ഇതുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അയാളോട് ഡയലോഗിലൂടെയാണ് അയാൾ കംപ്ലീറ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതികളെല്ലാം. അപ്പോൾ ആ ഓഫീസറിൻ്റെ അയാളുടെ വിദ്വേഷം വെച്ചുകൊണ്ടുള്ള ആ ഡയലോഗ് പ്രസൻറ്റേഷൻ എല്ലാം സ്പേസ് ആവും. പക്ഷേ അത് നന്നായിട്ടുണ്ട്, അത് മതി, അല്ലെങ്കിൽ ഇനി വേറെ എന്തെങ്കിലും സാധനം ചെയ്യാമെന്ന് പറഞ്ഞാൽ ചെറിയ കൈയുടെ ചില മൂവ്മെൻറ്റ്സ് പോലും പുള്ളി അത് സെപ്പറേറ്റ് ഷോട്ടാക്കി കട്ട് ചെയ്തു. എറിയുന്നത് കൈ വിരലുകൾ ഇങ്ങനെ ചെയ്യുന്നത്, ഇയാൾക്ക് ദേഷ്യം വരുമ്പോഴൊക്കെ അത് കാണിക്കും. അപ്പോൾ അതെല്ലാം അമലിൻ്റെ ഒരു ബുദ്ധിയാണ് ഈ പറയുന്നത്. എന്താണോ നമ്മളിൽ നിന്ന് കിട്ടുന്നത്, എല്ലാ ആർട്ടിസ്റ്റിനും അങ്ങനെയാണ്. ജെയ്സനായാലും അല്ലെങ്കിൽ ബാക്കിയുള്ള റോണി ആയാലും ബാക്കിയുള്ള ആൾക്കാരായാലും ബിബിനായാലും ഒക്കെ അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന സംഭവങ്ങൾ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അദ്ദേഹം ഉപയോഗിച്ചു എന്നുള്ളതാണ്. അപ്പോഴും നമ്മൾ സിനിമ തീരുന്നില്ല. സിനിമ കഴിഞ്ഞതിന് ശേഷം നമ്മൾ റീ റെക്കോർഡിംഗ് എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് കയറുന്നത്. ഈ സിനിമ ഭയങ്കര വലുതാണ്, ഡയലോഗ്സൊക്കെ ഭയങ്കര കട്ടയ്ക്കുള്ള ഡയലോഗ്സാണ്. ഇതിന് ആര് ചെയ്യാം, ജെയ്ക്സ് ബിജോയ് ചെയ്യണോ, സുശി ശ്യാം ചെയ്യണോ, ഭയങ്കര കൺഫ്യൂഷൻ ചെയ്യുമ്പോൾ പുതിയ 2 പിള്ളേരുടെ പേര് സജസ്റ്റ് ചെയ്യുന്ന ഡയറക്ടർ. ഞാൻ പറഞ്ഞു ഇത് എത്രത്തോളം നിൽക്കുമോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അവർ അതിഗംഭീരമായിട്ട് റീ റെക്കോർഡിങ് ചെയ്തു. അപ്പം നമ്മളെല്ലാം വന്നു ചേർന്നതാണ് ഈ സിനിമയ്ക്ക്. ഗുമസ്തൻ എന്ന് പറയുന്നതൊക്കെ എല്ലാം വന്നതാണ്. സ്റ്റീഫൻ ദേവസി ഒരു ലാഭമോ ഒരു വിഷയങ്ങൾ പറയാതെ ഞാനൊരു പാട്ട് ചെയ്തു തരാം എന്ന് പറയുന്നു.
അങ്ങനെ ആൻഡ്രോ ജോസഫ് പ്രൊഡക്ഷൻ കമ്പനി അവർ വന്നിട്ട് ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്നു. അങ്ങനെ സിനിമ വലുതാവുകയും എങ്കിൽ മാത്രം നന്നാവില്ല. ഒരു സിനിമ വന്നു പോകുന്നു, എത്രയോ സിനിമകൾ, 8 സിനിമകളുടെ കൂടെ ഇത് റിലീസ് ചെയ്തത്. പക്ഷേ റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആളുകൾ നല്ല അഭിപ്രായം പറഞ്ഞു തുടങ്ങി. ആ നല്ല അഭിപ്രായത്തിൽ നിന്ന് തുടങ്ങിയിട്ട് ഇപ്പോൾ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ആളുകൾ തിയേറ്ററിൽ നിറഞ്ഞ അതിനെയാണ് സൂപ്പർ ഹിറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഒരാൾ പോലും മോശം അഭിപ്രായം പറയാതെ നല്ല സിനിമയാണെന്ന് പറഞ്ഞ സിനിമ എന്നുള്ള നിലയ്ക്ക് ഇത് സൂപ്പർ ഹിറ്റാണ്. തിയേറ്ററിൽ തിങ്ങി നിറഞ്ഞാലാണ് സൂപ്പർ ഹിറ്റ് എന്ന് പറഞ്ഞത്. നല്ലൊരു സിനിമ, ഇപ്പം അമലിൻ്റെ സുഹൃത്താണ്, അപ്പം അതുകൊണ്ട് എനിക്ക് ഓട്ടോമാറ്റിക്കലി സിനിമ ഒരുപക്ഷെ ഇഷ്ടപ്പെട്ടെ. പക്ഷേ അല്ലാതെ മാറി ചിന്തിച്ചാലും വളരെ ഡീസൻ്റ് ആയിട്ടൊരു സിനിമയാണ്. നല്ലൊരു സിനിമയ്ക്ക് തിയേറ്ററിൽ ആളെ ഒരുപാട് തള്ളിക്കയറ്റമില്ല നമ്മുടെ സിനിമയ്ക്ക്. പക്ഷേ കണ്ടവർ അഭിപ്രായം പറയുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് ഇങ്ങനത്തെ സിനിമകൾ, ചെറിയ സിനിമകൾ വരുന്നു, അഭിപ്രായം കിട്ടുന്നു, അവർക്ക് നിൽക്കാനൊരു സ്പേസ് ഇല്ലാതെ തിയേറ്റർ മാറിപ്പോകുന്ന ഒരു സിറ്റുവേഷൻ ഇല്ലേ? അപ്പോൾ വേണ്ടത്ര അംഗീകാരം കിട്ടാതെ പോകുന്നു എന്നുള്ളൊരു ഭയമുണ്ടോ? അല്ല, അംഗീകാരം കിട്ടാതെ പോകുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, വേറെ ഏത് തരത്തിലായിക്കോട്ടെ, ഇപ്പോൾ ഒരുപാട് സൂപ്പർ ഹിറ്റായി എന്ന് അവകാശപ്പെടുന്ന ആഘോഷങ്ങൾ നടത്തിയ സിനിമകൾ OTTയിൽ വരുമ്പോൾ ലോക പരാജയമാവുകയും വളരെ ശ്രദ്ധിക്കപ്പെടാതെ പോയ നല്ല സിനിമകൾ OTTയിൽ സൂപ്പർ ഹിറ്റാവുകയും ചെയ്യുന്നു. അപ്പോൾ ജനങ്ങളുടെ അഭിപ്രായമാണ് ഒരു സിനിമയുടെ ഏറ്റവും വലുത്. പൈസയുടെ വിഷയങ്ങൾ ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം വലിയ ഘടകമാണ്. എങ്കിലും അയാളൊരു സിനിമ ചെയ്തിട്ട് അയാളുടെ സിനിമ മോശമാണ്, പൈസ കിട്ടിയെന്ന് പറയുന്നതും അതൊരു വലിയ ഇതാണ്. അയാൾ സിനിമ സ്വപ്നം കാണുന്ന ഒരാളുടെ നല്ല സിനിമയാണല്ലോ സ്വപ്നം. അപ്പോൾ ഞങ്ങളുടെ പ്രൊഡ്യൂസർ അബ്ദുള്ള എന്ന് പറയുന്നത് വളരെ ചെറുപ്പക്കാരനൊരു പയ്യനാണ്. അദ്ദേഹം എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്തു. എന്താണോ ആവശ്യം സിനിമയ്ക്ക് അതെല്ലാം അദ്ദേഹം തന്നിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സംഭവം ആളുകൾ തിയേറ്ററിലേക്ക് എത്തിപ്പെടുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ആളുകൾ ഓൾമോസ്റ്റ് തിയേറ്ററിലേക്ക് അറിഞ്ഞ് ഫുള്ളായി വരുന്നു. അപ്പോൾ എല്ലാം പുതിയ ആൾക്കാർ, ഞങ്ങളെപ്പോലെയുള്ള എന്നെപ്പോലെയുള്ള ഒരാളേക്ക് അത്രയും വലിയൊരു ക്യാരക്ടർ, ഇപ്പോൾ എൻ്റെ ഒരു ക്യാരക്ടർ വേറൊരു ഡയറക്ടറാണെങ്കിൽ വേറെ തരത്തിൽ ചിന്തിക്കുള്ളൂ. ഇതിനു മുമ്പ് ചെയ്ത ഏറ്റവും വലിയ മാർക്കറ്റുള്ള ഒരാളെ ചിന്തിക്കുള്ളൂ. അതില്ലാതെ ഇത്രയും പേരെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ നമുക്ക് ആകെ പറയാനും ദിലീഷ് പോത്തൻ, ബിബിൻ ജോർജ്, അങ്ങനെയുള്ള വലിയ ആർട്ടിസ്റ്റുകളുടെ ലിസ്റ്റ് ആകെ 2-3 പേരുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ വെച്ച് ചെയ്യാനുള്ളൊരു ധൈര്യം ഉണ്ടല്ലോ. ആ ധൈര്യം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഇപ്പോൾ പറയുന്നത് സിനിമ നല്ല അഭിപ്രായമാണ്, ഞാൻ ഏറ്റവും ഹാപ്പി അതിലാണെന്ന് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഈ സിനിമ എന്തൊക്കെയായാലും നല്ല സിനിമ തെളിയിക്കപ്പെടും. ഇപ്പോൾ ഒരുപാട് സിനിമകളുണ്ട്, തിയേറ്ററിൽ ഓടാതെ പോയ കുറേ സിനിമകളുണ്ട്. ആ സിനിമകളെല്ലാം OTTയിൽ നമ്മളൊക്കെ ഭീകരമായ നമ്മളൊക്കെ വിളിച്ചുകൊണ്ടിരിക്കും. 1.5 ലക്ഷം വ്യൂവേഴ്സ് 2 ലക്ഷം വ്യൂവേഴ്സൊക്കെ ആയിട്ടുള്ള നമുക്ക് മെസ്സേജ് അയക്കും. അപ്പോൾ നമ്മൾ ഉടനെ തന്നെ ആ സിനിമ OTTയിൽ നിന്ന് കാണും. അപ്പോൾ ജനങ്ങളെ പണ്ട് നമ്മൾ കാണാതെ പോകും, നല്ല സിനിമകൾ കാണാതെ പോകും. തിയേറ്റർ കഴിഞ്ഞു. അന്ന് A ക്ലാസ്സും B ക്ലാസ്സും C ക്ലാസ്സും ഉണ്ടായിരുന്നു, 3 ക്ലാസ് ഉണ്ട്. ഈ 3 ക്ലാസ്സിലും എവിടെയെങ്കിലും ഒന്ന് പച്ച പിടിച്ചാൽ അങ്ങനെ പോകുന്നല്ലാതെ അങ്ങനെ അങ്ങ് വാഷ് ഔട്ടായി പോകുന്നത്. പിന്നെ 1 വർഷം 6 മാസം കഴിയണം കാസറ്റ് പോലും അപ്പോഴത്തേക്കും മറക്കുമല്ലോ. അതെ. നമ്മൾ ഒരു കാലത്ത് മോഹൻലാലിൻ്റെ വലിയ സിനിമകൾ പലതും ഈ പറയുന്ന രീതിയിൽ തിയേറ്ററിൽ ഓടാത്ത പടങ്ങളുണ്ട്. പക്ഷെ ഇപ്പോൾ ഗംഭീര പടങ്ങളാണ് ഇപ്പോൾ. അതെ പല സിനിമകളും. അപ്പം ഞാൻ പറയുന്നതാണെങ്കിൽ സിനിമ നല്ലതാണെങ്കിൽ ഇന്ന് ആളുകൾ എവിടെയെങ്കിലും തിരഞ്ഞു പിടിച്ച് കാണും. എവിടെയായാലും, അത് മലയാളമല്ല, തമിഴല്ല, തെലുങ്കല്ല, ഭാഷ പോലും ഇല്ല ഇപ്പോൾ. സീരിയസ് വേഷനാണ് ചെയ്യാൻ ഫാമിലിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞു. ഗുമസ്തൻ അവർ കണ്ടോ? എന്ത് പറഞ്ഞു? ഗുമസ്തൻ കണ്ട് അവർ വളരെ നന്നായിട്ട്, ഞാനത് കഴിയുന്നവരെ എൻ്റെ ചങ്കിടിക്കുകയാണ്. കാരണം ഞാൻ ഒരു സിനിമ അഭിനയിച്ചിട്ട് ആദ്യത്തെ ദിവസം ഞാൻ ഇത്ര ടെൻഷൻ അടിച്ചിട്ടില്ല. പക്ഷെ ഇവരെ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടുന്നത് വലിയ റിസ്ക് ആയിരുന്നു. അവർ 3 പേരും പോയി ഞാൻ ഇൻ്റർവ്യൂലായ സമയത്താണ് സൈഡിലേക്ക് ചരിഞ്ഞ് നോക്കിയത്, കാരണം വെച്ചാൽ സ്ട്രൈറ്റാണ് നോക്കിയത്. അപ്പോൾ കഴിഞ്ഞ ഉടനെ അവർ വളരെ നന്നായിട്ട് അവർ പറഞ്ഞു, ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് എന്നോട് എടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മളുടെ പെർഫോമൻസ് പോലും നമുക്കറിയില്ല. അപ്പോൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് അത് എനിക്ക് ഒരുപാട് ആളുകൾ പറയുന്നതിനേക്കാൾ കൂടുതൽ എൻ്റെ കുടുംബത്തിൽ പറയുമ്പോൾ ഭയങ്കര അവർക്ക് ഒന്നും മറക്കാറില്ലല്ലോ, എന്നിൽ നിന്നൊന്നും നേടാനോ പ്രത്യേകിച്ചൊന്നുമില്ല. അതാണ് ചേട്ടാ. 29 വർഷത്തെ കരിയർ ഇന്നിപ്പോൾ ഗുമസ്തനിൽ എത്തിയിരിക്കുന്നു. ഇനി അങ്ങോട്ടുള്ള ഒരു ജേർണിയെ പറ്റിയുള്ള സ്വപ്നങ്ങൾ എന്താണ്? എങ്ങനെ പോകണമെന്നാണ്? അങ്ങോട്ട് നമ്മൾ ഇനി മുന്നോട്ട് പോകുന്ന യാത്രയിൽ ഒരുപാട് വേഷങ്ങൾ ചെയ്യണം, ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്യണം, ക്യാരക്ടർ റോളുകൾ ചെയ്യണം എന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ എല്ലാം സിനിമയെല്ലാം ഒരു കൂട്ടായ്മയാണ്. നമ്മളിരുന്ന് ചർച്ച ചെയ്ത് ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കാനും അങ്ങനെയൊക്കെ വേണം ഇപ്പോൾ സിനിമ ഉണ്ടാകുന്നത്. ഇല്ലാതെ പണ്ടത്തെ പോലെ നമ്മൾ ഇന്ന സ്ഥലത്താണ്. അപ്പം നമ്മൾ ഒരു ടീമായിട്ടാണ്. അപ്പം ഞാൻ ഒരുപാട് സ്ക്രിപ്റ്റിലും കാര്യങ്ങളൊക്കെ ഇരിക്കാറുണ്ട്. അവരുടെ തമാശ ഏരിയകളിലായിക്കോട്ടെ, ഡിസ്കഷനിലൊക്കെ ഒക്കെ ഇരിക്കും. അപ്പോൾ അതിൻ്റെ മുമ്പൊക്കെ കൂട്ടത്തിലിരുന്നു കൊണ്ട് ഭക്ഷണവും കഴിച്ച് പിരിയലായിരുന്നു. ഇപ്പോൾ ഞാൻ അതിനകത്ത് ഞാൻ പറയും എനിക്കൊരു വേഷം ഞാൻ ആവശ്യപ്പെടുകയും അങ്ങനെ അതിനകത്ത് ജോയിൻ ചെയ്യുകയും ചെയ്യും. കാരണം നമ്മളൊരു കാര്യം അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇങ്ങോട്ടും അതുണ്ടാകും. അപ്പം അങ്ങനെ പണ്ട് മിസ്സായിപ്പോയ കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ
റിലീസ് ചെയ്യുന്നുണ്ട്, ഞാൻ ഇപ്പോൾ തിരിച്ച് ഇത് ചെയ്യുന്നുണ്ട്. ഒരുപാട് വേഷങ്ങൾ ചർച്ചകളിലൊക്കെ നമ്മുടെ പേരുണ്ട്. പിന്നെ എല്ലാ സിനിമകളിലും ഒഴിച്ചുകൂടാനാവാത്തവരുടെ ഒരു ലിസ്റ്റുണ്ട് മലയാള സിനിമയിൽ. അതായത് എല്ലാ സിനിമയിലും എല്ലാ ചർച്ചകളിലും വരുന്ന ആർട്ടിസ്റ്റുകളുടെ ലിസ്റ്റുണ്ട്. ആ ലിസ്റ്റിൽ വരിക എന്നുള്ളതാണ് ഡ്രീം. അല്ലാതെ ഒരു ഹീറോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ നമുക്കൊരു അതൊന്നുമല്ല. ഒരു ലിസ്റ്റുണ്ട് മലയാള സിനിമയിൽ ആരൊക്കെയാണ് ഇപ്പോൾ ഈ വേഷം ആര് കാസ്റ്റ് ചെയ്യാം എന്ന് പറയുന്ന ലിസ്റ്റിനകത്തൊരു വരുന്നൊരു ഇതുണ്ട്. അങ്ങനെയുള്ള എല്ലാ സിനിമയിലും ചർച്ചയിൽ വരുന്ന നടന്മാരുണ്ട്. അതിൽ ഒരാളാവുക, തിരക്കുള്ള നടനാവുക, അത്രയേ ഉള്ളൂ. അപ്പോഴേ നമ്മൾ എനർജി ഉണ്ടാവുള്ളൂ. നമ്മളൊരു ഇപ്പോൾ പറയില്ല, എങ്ങനെയാണ് നിങ്ങൾ ഇത്രയും വർഷമായിട്ട് നിങ്ങൾ ഇപ്പോഴും ഇങ്ങനെ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ മമ്മൂക്കയോട് ചോദിക്കുന്ന ചോദ്യങ്ങളല്ലേ പലപ്പോഴായിട്ട് ഈ പറയുന്ന രീതിയിൽ എങ്ങനെ ഈ യൗവനം അല്ലെങ്കിൽ ഈ പറയുന്ന നിലനിർത്തുന്നു പറയുമ്പോൾ അദ്ദേഹം ചിരിച്ചു തള്ളിക്കളയുമെങ്കിലും എന്നും ബിസിയാണ്, എന്നും തിരക്കാണ്. ആളുകളുടെ അപ്രീസിയേഷൻ, ആളുകളുടെ അപ്ഡേഷൻ, അതുപോലെ തന്നെ രാഷ്ട്രീയക്കാർ ഒരുപാട് ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള ആൾക്കാർ രാഷ്ട്രീയ ആൾക്കാരായിരിക്കും. ശ്രദ്ധിച്ചു നോക്കിയുള്ളത് 95 വയസ്സ് 90 വയസ്സിന് മുകളിൽ ഒക്കെ എന്ന് വെച്ചാൽ ആരോഗ്യത്തോടുകൂടി ഇരിക്കുന്നവരെ. കാരണം അവരെന്നും നടക്കുകയാണ് ജനങ്ങളുടെ ഇടയിലൂടെ. നല്ല വണ്ണമൊക്കെ ഉണ്ടാവും, പക്ഷെ അവർ ഫുൾ ടൈം നടക്കുകയും കാര്യങ്ങളും ചർച്ച ചെയ്യും. പല ചർച്ചകളും എപ്പോഴും അലേർട്ടാണ്, ബ്രെയിൻ എപ്പോഴും അലേർട്ടായിരിക്കും. ഇപ്പം നമ്മളൊരു 10 ദിവസം വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അസുഖമുണ്ടോ, അസുഖമുണ്ടോ, ഞാൻ എന്തുകൊണ്ട് എന്നെ വിളിക്കാത്ത, അല്ലെങ്കിൽ എനിക്ക് പ്രായമായി തുടങ്ങിയോ, ഒരുപാട് നമ്മൾ ജരാനരകൾ ബാധിക്കുന്നതല്ല, നമ്മുടെ ഉള്ളിലേക്ക് ബാധിക്കാതിരിക്കുന്നതാണ് പ്രധാനം. ഇപ്പം ബാക്കിയെല്ലാം ആക്ച്വലി സ്റ്റൈലായി മാറി. കറുത്ത മുടിയുള്ളവരെ നരപ്പിച്ചുകൊണ്ട് സ്റ്റൈലിലേക്ക് മാറി തുടങ്ങിയ കാലം അകത്ത് ബാധിച്ചാൽ പിന്നെ വലിയ പാടാണ്. ഇത് എൻ്റെ അച്ഛൻ റിട്ടയർഡ് ആയതിനു ശേഷം അച്ഛൻ ഇപ്പോൾ ഒരു ധന്വന്തരിയുടെ ബ്രാഞ്ച് എടുത്ത് നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇറക്കി പറയും 70 അച്ഛന് വേണമെങ്കിൽ റെസ്റ്റ് എടുക്കാം, ഇന്ന് എന്തിനാ പോണേന്ന് ചോദിക്കും. വെറുതെ ഇരുന്ന് ഞാൻ പെട്ടെന്ന് പ്രായമായി പോകും, നമ്മുടെ മനസ്സിന് പ്രായമായി പോകും എന്ന് പറഞ്ഞാൽ അച്ഛൻ ഇരിക്കൂല, എല്ലാ ദിവസവും അച്ഛൻ പോകും. എന്തെങ്കിലുമൊക്കെ തിരക്കിൽ നിൽക്കണമെന്ന് പറയും, ഈ സെയിം ഡയലോഗ് പറയും. അല്ലെങ്കിൽ നമ്മൾ രോഗിയായി പോകും. നമ്മൾ എന്തെങ്കിലും എൻഗേജ്ഡ് ആയിരിക്കണം എന്തിലെങ്കിലും, അല്ലെങ്കിൽ നമുക്ക് സ്വയം തോന്നും ഞാൻ വിരമിക്കാറായിരിക്കുന്നു. അങ്ങനെയില്ല, സിനിമയ്ക്കകത്ത് റിട്ടയർമെൻറ്റ് ഇല്ല. ചേട്ടാ, ഇത്രയും വർഷത്തെ കരിയറിൽ അഭിനയം അല്ലാതെ സിനിമയുടെ മറ്റ് മേഖലകളിലേക്ക് എന്തെങ്കിലും ട്രൈ ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടോ? എഴുത്ത്, സംവിധാനം, പ്രൊഡക്ഷൻ? എഴുത്തിന് ഒരുപാട് പേര് നിർബന്ധിക്കുന്നുണ്ട്. പലപ്പോഴും എൻ്റെ അടുത്ത് പല വലിയ പ്രൊഡ്യൂസേഴ്സ് പലരും ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടി പറയാറുണ്ട്. പക്ഷേ എഴുത്തിനുള്ളൊരു മടി കിടപ്പുണ്ട്, എഴുതാനുള്ള അതെപ്പോഴും ഇതില്ല. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാനും പറയാനും ഞാൻ പറയും. അപ്പോൾ എന്നോട് പറയുന്നത് വെച്ചാൽ ഒരാളെ എഴുത്തുകാരനെ വെച്ച് നിങ്ങൾ പറഞ്ഞാൽ മതി എന്നൊക്കെ പറയും. ആക്ച്വലി അയ്യപ്പനും കോശിയിലും മുണ്ടൂർ കുമ്മാട്ടി എന്നുള്ളത് എൻ്റെ ഒരു കഥയാണ്. ആ കഥ മുണ്ടൂർ കുമ്മാട്ടി മാത്രം. മുണ്ടൂർ കുമ്മാട്ടി എന്ന് പറയുന്ന വിഷയം എൻ്റെ നാടാണ് മുണ്ടൂർ. ഞാൻ അവിടുത്തെ മുണ്ടൂരാണ്. അപ്പോൾ സച്ചേട്ടൻ എന്ത് പറഞ്ഞു, ഇങ്ങനെ അയ്യപ്പനും കോശി എന്നുള്ള സിനിമ നമ്മൾ നടക്കുമ്പോൾ അതൊരു അട്ടപ്പാടിയിലെ ഒരു അവിടെ വരുന്നൊരു പോലീസ് ഓഫീസറാണ് അയ്യപ്പൻ നായർ എന്ന് പറയുന്നത്. അപ്പം നീ പറഞ്ഞ അതിൽ മുണ്ടൂർ കുമ്മാട്ടിയുടെ ഒരു കഥയുണ്ട്. ആ കഥ നമുക്ക് പടമായിട്ട് നമുക്ക് അടുത്ത് ചെയ്യാം. ഞാൻ ഈ മുണ്ടൂർ മാത്രം ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് അയ്യപ്പൻ നായർ മുണ്ടൂർ മാടൻ എന്ന് പറയുന്ന വിഷയത്തിലേക്ക് വരികയും പിന്നെ നീ കുമ്മാട്ടി എന്ന് കേട്ടിട്ടുണ്ടോ എന്ന് പറയുന്നത്. ആ ഡയലോഗ്സ് എന്ന് പറയുന്നത് ഞങ്ങളുടെ കഥയുടെ ഒരു കണ്ടന്റാണ് അത്. അങ്ങനെയാണ് ഈ മുണ്ടൂർ ഹിറ്റ് ഡയലോഗായത്. അത് ആക്ച്വലി അതിൻ്റെ കഥയുടെ ഒരു സാധനമാണ് അത് വെച്ചിരിക്കുന്നത്, ആ ഡയലോഗ് പാണ്ടികൾ വരുന്നത്. അപ്പം എൻ്റെ നാട്ടിൽ ഉത്സവമായിരുന്നു, ഞാൻ കുഞ്ഞുനാളിൽ ഉണ്ടായിരുന്ന അതിനകത്തുള്ളതാണ്. അതായത് അതിനകത്തെ കഥയുടെ ഭാഗമാണത്, അതിൻ്റെ അകത്തൊരു പോർഷൻ. അപ്പോൾ നമ്മളത് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു ഗംഭീര കഥയാണ്. അതൊരു ഇൻ്റർനാഷണൽ ലെവലിൽ ചെയ്യാൻ പറ്റുന്ന സിനിമയാണ്, ഒരു ഉത്സവത്തിന് ബേസ് ചെയ്തിട്ടുള്ള കഥ. അപ്പോൾ അത് എഴുതിക്കൂടെ വെച്ചു. അപ്പോൾ ഞാൻ എൻ്റെ വൺലൈനെല്ലാം മനസ്സിലുണ്ട്, പക്ഷേ ഞാൻ പേപ്പറിലേക്ക് പകർത്തിയിട്ടില്ല. ഇപ്പോഴും പലരും അതൊരു വലിയ കമ്പനികൾ പലരും ചോദിക്കുന്നുണ്ട് അത് എഴുതിക്കൂടെ, സംസാരിച്ചൂടെ. അപ്പോൾ ഞാനൊരു വേറൊരു എഴുത്തുകാരനെ ആയിട്ട് സമീപിച്ചിട്ട് അത് മുന്നോട്ട് പോകാനുള്ളൊരു പ്ലാനിലുണ്ട്. അപ്പോൾ നമുക്ക് ഉടനെ പ്രതീക്ഷിക്കാം. എന്ന് വെച്ചാൽ സ്ക്രിപ്റ്റായിട്ട് എഴുതാനുള്ള വശങ്ങൾ എനിക്കറിയില്ല, പക്ഷേ ഒരു സ്ക്രീൻ പ്ലേ അല്ലെങ്കിൽ ഒരു സിനിമ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പൂർണ്ണമായിട്ട് അറിയാം, അത് എങ്ങനെ ചെയ്യണമെന്ന് അറിയാം. ഇത് മുണ്ടൂർ കുമ്മാട്ടി ആയിരിക്കും സബ്ജക്റ്റ് വരുന്നത്. ഒരു ഉത്സവമായിരിക്കും. അതിപ്പോൾ നമുക്ക് മുണ്ടൂർ കുമ്മാട്ടി ഓൾറെഡി വന്നതുകൊണ്ട് അതെങ്ങനെ പ്ലേസ് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ ആ ഉത്സവത്തിൽ നടക്കുന്നൊരു വിഷയമാണ് നമ്മളത് ചർച്ച ചെയ്യുക. ഇത്രയും വർഷം ലാലേട്ടനെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്തു, അത് പറഞ്ഞു. ഈ നേരിട്ട് ലാലേട്ടന് മുൻപിൽ ചെയ്യാൻ പറ്റുകയോ അല്ലെങ്കിൽ ലാലേട്ടൻ പറയുകയോ അല്ലെങ്കിൽ ഒപ്പീനിയൻ പറയുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുക? കാരണം ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ലാലേട്ടൻ ചെയ്തിട്ടുള്ളത് ചേട്ടനായിരുന്നു. അതെ, ഞാൻ ഒരു സമയത്ത് ഇപ്പോൾ ഒരുപാട് പിള്ളേർ വന്നിട്ടുണ്ട്. പക്ഷെ അന്ന് വരുന്ന സമയത്ത് ലാലേട്ടൻ ഒരിക്കലും അദ്ദേഹം പ്രോത്സാഹിപ്പിക്കാറില്ല. അദ്ദേഹത്തിന് എനിക്കൊരു പരിധിവരെ അത്ര ഇഷ്ടമുണ്ടെന്ന് തോന്നുന്നില്ല.
കാരണം അദ്ദേഹം പറയുമ്പോൾ ഒന്ന് ചമ്മി ചിരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയുള്ളൂ. ഞാൻ അദ്ദേഹത്തിന് മുമ്പിൽ ദുബായിൽ വെച്ചൊരു സ്റ്റേജിൽ ഞാനും സുരാജും കൂടെ പെർഫോം ചെയ്യുമ്പോൾ ഞാൻ അദ്ദേഹത്തിന് മുന്നിൽ വെച്ചിട്ട് ഞാൻ പെർഫോം ചെയ്യുന്നുണ്ട്. ഷിക്കാർ എന്നുള്ള സിനിമയുടെ ഒരു ഫംഗ്ഷൻ വെച്ച്. പക്ഷെ അദ്ദേഹം നന്നായിരുന്നു മോനെ എന്നേ പറയുള്ളൂ, അതിനപ്പുറത്തേക്കൊന്നും പറയില്ല. മമ്മൂക്ക പിന്നെ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് മ്യൂക്രി ബേസ് ചെയ്ത് ഒരുപാട് പേരെ കൂടുതൽ ഇഷ്ടമുണ്ട്. അപ്പോൾ അദ്ദേഹം അവരോട് കൂടുതൽ അടുത്ത് നിർത്തുകയും അവരെ പെർഫോം ചെയ്യിക്കുകയും ചെയ്യും. മനസ്സിലായിട്ട് അങ്ങനെ കണ്ടിട്ടില്ല, എൻ്റെ അടുത്ത് ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. കാണുമ്പോൾ സംസാരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ശരിടാ, നമുക്ക് ഗുമസ്തനാണ് നമ്മുടെ വിശേഷം. ഗുമസ്തൻ 2 അനൗൺസ് ചെയ്തു. അതിന് മുൻപ് തന്നെ ഇപ്പോൾ ഈ കറൻ്റ്ലി ഗുമസ്തൻ്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഒരു കോളേജിലെത്തുകയും ബിബിൻ ജോർജിൻ്റെ അടുത്ത് അവിടുത്തെ പ്രിൻസിപ്പൾ വളരെ അപമാനിക്കുകയും ചെയ്ത് ബിബിൻ വളരെ വിഷമത്തിൽ തിരിച്ചു പോയ ഒരു ഇൻസിഡന്റ് ഉണ്ട്. അന്ന് ചേട്ടൻ കൂടെ ഉണ്ടായിരുന്നു. ശരിക്കും എന്താണ് സംഭവിച്ചിരിക്കുന്നത്? കാരണം എല്ലാവരും ഷോക്കിങ്. ഇതിന് മുൻപും ജാസി ഗിഫ്റ്റിന് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, ഡെയിൻ ഡേവിസിന് ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു പ്രവണത വളരെയധികം അവർ വിളിച്ചിട്ടാണ് നിങ്ങൾ പോയത്. എന്താണ് ശരിക്കും സംഭവിച്ചത്? ആക്ച്വലി എന്താ സംഭവിച്ചതെന്ന് എനിക്ക് അവർ തമ്മിൽ സംസാരിച്ച എന്താ വിഷയം എന്ന് എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹത്തിന് ഒട്ടും താല്പര്യമില്ലായിരുന്നു, പ്രിൻസിപ്പളിന് താല്പര്യമില്ലായിരുന്നു അങ്ങനെ ഒരു പ്രോഗ്രാമായിട്ട് ചെയ്യാൻ. അദ്ദേഹത്തിന് ഈ പുസ്തക പ്രകാശനം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. പിള്ളേർക്ക് മുഴുവൻ നമ്മൾ അത്രയും ആർട്ടിസ്റ്റുകളെ ആരാധനയോടുകൂടി കാണുന്ന ഒരു കൂട്ടം പിള്ളേരുണ്ടായിരുന്നു. പക്ഷേ അതിനകത്ത് ബിബിനും ഞങ്ങളെല്ലാം കൂടെ പോയ സമയത്ത് ബിബിന് ഒരു വിഷമം, ഞാനൊക്കെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ചേട്ടനൊക്കെ വന്നിട്ട് ഒരു വിഷമമായി പോയല്ലോ എന്ന് എന്നോടാണ് പറഞ്ഞ വിഷയം. ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കവിടെ വന്നിട്ട് ബിബിനൊക്കെ പ്ലാൻ ചെയ്താണ്, ഒരു പാട്ട് പാടണം പിള്ളേർക്ക് വേണ്ടി, നമ്മൾ കയ്യിലെടുക്കണം, ഞാൻ മ്യൂക്രി ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്തു. കാരണം അത്രയും കുട്ടികളുണ്ടായിരുന്നു. പക്ഷെ അത് ഒട്ടും താല്പര്യമില്ലായകയോടുകൂടി, അത് താല്പര്യമില്ലെങ്കിൽ അത് മനസ്സിൽ വെച്ചാൽ മതി. അദ്ദേഹം ഒരു പ്രിൻസിപ്പളാണ്. ഈ കുട്ടികളെ നമ്മൾ ഒരു മാതൃക, ഏറ്റവും കൂടുതൽ അവരെ നന്നാക്കി എടുക്കുന്ന ഒരു ആർട്ടിസ്റ്റിനെ കിട്ടാൻ തന്നെ എത്ര രൂപ കൊടുക്കണം, അല്ലെങ്കിൽ ഓരോ എത്ര വേണം. പക്ഷേ ബിബിനെ പോലൊരാൾ, അല്ലെങ്കിൽ നമ്മൾ 4-5 പേര് ഒരുമിച്ച് പോയിട്ട് ഫ്രീ ആയിട്ട് നമ്മൾ പടത്തിൻ്റെ പ്രൊമോഷൻ ആയതുകൊണ്ട് ഫ്രീ ആയിട്ട് പോയത്, അവർ വിളിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ ആ കുട്ടികൾക്ക് വലിയൊരു വിഷമമായിപ്പോയി. അപ്പോൾ അത് വിഷമമായിട്ട് നമ്മൾ തിരിച്ചിറങ്ങിക്കഴിഞ്ഞ് പിന്നെ രണ്ടാമത് അവർ റിക്വസ്റ്റ് ചെയ്തു, ഒന്ന് കയറൂ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ പിന്നെ നമ്മൾ രണ്ടാമത് കയറുന്ന നമുക്കൊരു ബുദ്ധിമുട്ടായി. കാരണം വെച്ചാൽ അദ്ദേഹം പ്രിൻസിപ്പളാണ് അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. അപ്പോൾ അതൊരു വിഷയമായിട്ട് എടുക്കേണ്ട, ബിബിൻ തന്നെ പറഞ്ഞു അതൊരു വിഷയമായിട്ട് എടുക്കേണ്ട, അത് വിട്ടേക്കും, എനിക്കതൊരു പരാതിയൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് ബിബിൻ തന്നെ അതങ്ങ് അവോയ്ഡ് ചെയ്തതാണ്. ഞങ്ങളെല്ലാവരും അതോടുകൂടെ കഴിഞ്ഞു. പിന്നെ ആരും അതിനെക്കുറിച്ച് ഇപ്പോൾ അത് ഇങ്ങനെ ഒരു വിവാദമായിട്ട് പിന്നെയും അത് വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ മറ്റൊരു സൈഡ്, ഇപ്പം പെർമിഷൻ എടുക്കാതെയാണോ കുട്ടികൾ വിളിച്ചത് ഈ അങ്ങനെ ഒരു ഫംഗ്ഷൻ? അതറിയുന്നില്ല, അതിൽ കൺഫ്യൂഷനാണ്. അവിടുത്തെ പിള്ളേർ പറഞ്ഞിട്ടാണ് നമ്മളവിടെ ചെല്ലുന്നത്. വേറെ 2 കോളേജുകളുണ്ടായിരുന്നു, അവിടെ എല്ലാം വളരെ നല്ല സ്വീകരണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇവിടെ മാത്രം എന്താണെന്ന് മനസ്സിലാവും. അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ആണ്, ക്ലാഷ് ആവാം. പിന്നെ കുട്ടികൾ സമരം ചെയ്യുക, ഇതിനെതിരെ സമരം ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷെ അദ്ദേഹം ആണെങ്കിൽ തന്നെ അവിടെ അതിനൊരു അവസരം ഉണ്ടാക്കരുതായിരുന്നു. കോളേജിലെ പ്രിൻസിപ്പൾ മറ്റുള്ള മാഷ്മാരായിട്ടൊരു ഇഷ്യൂ ഉണ്ടെങ്കിലോ പിള്ളേരുണ്ടെങ്കിൽ അതിനകത്തുള്ള നമ്മുടെ കുടുംബത്തിലൊരു വിഷയം ഉണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ അറിഞ്ഞാൽ പോലെ, പുറത്തുനിന്നുള്ള ഒരു വരുന്ന സമയത്ത് അവരെ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. പിന്നെ അതൊരു വിഷയമായിട്ട് ബിബിൻ തന്നെ ഒരുപാട് തവണ പറഞ്ഞു, അത് വേണ്ട, അതൊരു പ്രോബ്ലം വേണ്ട, വിട്ടേക്കാൻ പറഞ്ഞതാണ്. പിന്നെ വീണ്ടും പിള്ളേരൊക്കെ സമരം ചെയ്ത് അങ്ങനെ പുറത്തു വന്നതാണ്. ഗുമസ്തൻ 2 വരികയാണ്. എനിക്ക് തോന്നുന്നു കുറച്ച് അയ്യപ്പനും കോശയുടെ ഒക്കെ മൂടിൽ തന്നെ വീണ്ടും വരാനുള്ള. ഇപ്പം നരയനുണ്ട്, ചേട്ടൻ്റെ ക്യാരക്ടറുണ്ട്, ഓപ്പോസിറ്റ് ജെയ്സ് ബ്രോയുടെ ക്യാരക്ടർ നിൽക്കുന്നുണ്ട്. വീണ്ടും ഒരു മെയിലീഗോ സിനിമകൾ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്താണ് അതിൻ്റെ ഒരു അപ്ഡേറ്റ്സ് എന്തെങ്കിലും? ഗുമസ്തൻ 2 ആക്ച്വലി ഇപ്പോൾ ഒന്നും എഴുത്തിലൊന്നും ആയിട്ടില്ല. പക്ഷേ പബ്ലിക്കാണ് ഇതിനൊരു സെക്കൻഡ് പാർട്ട് ഇല്ലേ എന്ന് ചോദിക്കുന്നത്. ഓരോ സിനിമ കാണുമ്പോൾ സെക്കൻഡ് പാർട്ടിൽ ഗംഭീരമായിരിക്കുമല്ലോ എന്ന് ചോദിക്കും. അപ്പോൾ ഒരു സിനിമയ്ക്ക് സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന് നമ്മൾ പറയുന്നതും ഓഡിയൻസിൻ്റെ സെക്കൻഡ് പാർട്ട് എപ്പോഴാണെന്ന് ചോദിക്കുന്നതും വ്യത്യാസമുണ്ട്. അപ്പോൾ ഓഡിയൻസിൻ്റെ എല്ലാവരുടെയും അഭിപ്രായ പ്രകാരമാണ് സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ ചിന്തിച്ചത് തന്നെ. അപ്പോൾ അമലും പറഞ്ഞു ശരിയാണല്ലോ, അങ്ങനെ സെക്കൻഡ് പാർട്ടിലേക്ക് നമ്മൾ ഒരു വഴിയിട്ടിട്ടാണ്. കാരണം നമ്മളെ സംബന്ധിച്ച് ഈ സിനിമ തന്നെ ഓടുന്നത് ഏറ്റവും വലിയ കാര്യമാണ്. ഒരു സിനിമ ഉണ്ടാക്കിയെടുക്കാൻ പെട്ട പാട് നമുക്കറിയാം. അതിൽ സെക്കൻഡ് പാർട്ടിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടേ ഇല്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു നരേനും ഈ ഒരു ജെയ്സ് പള്ളിപ്പാടനും എൻ്റെ ശിവരാമൻ എന്ന് പറഞ്ഞ ക്യാരക്ടേഴ്സും വന്നാൽ കുറച്ച് റിച്ചാക്കിയിട്ട് ഒരു ഗംഭീരമായിട്ടുള്ള റിവഞ്ചിൻ്റെ സിനിമ ചെയ്യാനുള്ള സ്കോപ്പ് ഗുമസ്തന് പൂർണ്ണമായിട്ടും ഉണ്ട്.